ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഡോഡ്ജ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് മുതുതല AP സ്കൂളിൽ തുടക്കം. മെയ് 6 വരെ നടക്കുന്ന മത്സരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 350 പരം കായിക താരങ്ങൾ പങ്കെടുക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങളുണ്ട്. തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് 2 റീജിയണൽ ടീമുകളും മത്സരരംഗത്തുണ്ട്. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജിന, കപൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തുടങ്ങിയവരാണ് ജനപ്രതിനിധികളായി എത്തിയത്. റിസർവേയിലുള്ള അപാകതകളും പൊതുമരാമത്ത് പ്രവർത്തികളുമാണ് പ്രധാന ചർച്ചയായത്. റിസർവേ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തഹസിൽദാർ TP കിഷോർ അറിയിച്ചു. ഡിജിറ്റൽ സർവേ ചെയ്യാൻ പോകുന്നത് മൊത്തം നമ്മുടെ പട്ടാമ്പി താലൂക്ക് മൊത്തം ചെയ്യാൻ പോകും. ഇപ്പോൾ തൃത്താല മേഖലയിൽ ഏതാണ്ട് എല്ലാം പൂർണ്ണമായി കഴിഞ്ഞ് അതിൽ 9-2 പബ്ലിഷ് 9-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരട് പബ്ലിഷ് ചെയ്യാതിൻ്റെ അർത്ഥം. ആ കരടിൻ്റെ മേലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ സമയം കഴിഞ്ഞ്, പക്ഷേ റവന്യൂ മിനിസ്റ്റർ അതേപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ, സർവേ ഡയറക്ടർ പിന്നെ ഇത് കൃത്യമായിട്ട് പോകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കപ്പൂരിൽ വീണ്ടും 1 മാസം കൂടി പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തത്. അതുപോലെ മറ്റ് വില്ലേജുകളിലെയും നേരിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വരും. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ആനക്കര കൂമൻ തോടിന്റെ സംരക്ഷണ ഭിത്തി പ്രവൃത്തികൾ 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. നവീകരണം നടക്കുന്ന നിള IPT റോഡിലേക്ക് പോക്കറ്റ് റോഡുകളിൽ നിന്ന് കയറുന്ന ഭാഗത്ത് ഉയരം കൂടിയത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ആക്ഷേപമുയർന്നു. പൂർണ്ണമായി നല്ല രീതിയിൽ ഓടിക്കാൻ കഴിയാത്ത ആളുകൾ വരുമ്പോൾ യാതൊരുവിധ നിയന്ത്രണമില്ലാത്ത റോഡിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന സാഹചര്യമുണ്ട്. ആക്സിഡന്റുകൾ, പല ആക്സിഡന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ റോഡുകൾ ഒന്നുകൂടി സ്ലോപ്പ് കൂടി കുറച്ചുകൂടി വൈഡ് ചെയ്തിട്ട് സ്ലോപ്പാക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പല സ്ഥലങ്ങളും കാറുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് തഹസിൽദാർ TP കിഷോർ യോഗത്തിൽ വ്യക്തമാക്കി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തഹസിൽദാർ TP കിഷോർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.